Hi friends, Happy New Year. 2025 നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറക്കാതെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്ത് ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള പലരും ഉണ്ടാവാം, ഇനി ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പോകുന്നവരും ഉണ്ടാവാം. നിങ്ങൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വർക്കൗട്ട് വീഡിയോസും ഡയറ്റ് അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം, പലതരത്തിലുള്ള 30 ഡേയ്സ് ചലഞ്ച് അല്ലെങ്കിൽ 100 ഡേയ്സ് ചലഞ്ച്, ഇത്തരത്തിലുള്ള പല വീഡിയോസും നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജിമ്മിൽ പോയി ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റി ഫസ്റ്റ്. 2024 നമുക്കറിയാം, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അപകടങ്ങൾ കളിക്കളങ്ങളിലും അതുപോലെ തന്നെ ജിമ്മിലും നമ്മൾ കണ്ടു. പല മരണ വാർത്തകൾ വരെ നമ്മൾ കേട്ടു. ആ സമയത്തൊക്കെ സമൂഹം ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നത് ജിമ്മിൽ പോകുന്നവരെയും അല്ലെങ്കിൽ ജിമ്മിലെ ട്രെയിനേഴ്സിനെയും അല്ലെങ്കിൽ ജിമ്മ് നടത്തുന്നവരെയും ജിമ്മാണ് ഇതിനൊക്കെ കാരണം എന്നുള്ളതാണ്. അപ്പൊ ഈ പുതുവർഷത്തിലെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടായ അപകടങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഒരു ബ്ലഡ് വർക്ക് ചെയ്യാന്നുള്ളതാണ്. ബ്ലഡ് വർക്ക് ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, നിങ്ങൾ പുതിയതായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ ഇതിനു മുൻപ് ഒരു തരത്തിലുള്ള വ്യായാമം ചെയ്തിട്ടില്ല, ഒരു ജിം എക്സ്പീരിയൻസ് നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ കുറെ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പോകുന്നവർ, അതുപോലെ തന്നെ വളരെ ഒബിയസ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളുടെ ശരീരഭാരം നിങ്ങൾക്ക് വേണ്ട അളവിൽ നിന്നും ഏകദേശം ഒരു 20 കിലോ 30 കിലോ ഒക്കെ കൂടുതലുള്ള ആളുകൾ, അതുപോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഡയബറ്റീസിന്റെ മെഡിസിൻ എടുക്കുന്നവരാണ്, ഡയബറ്റിക് പേഷ്യൻസ് ആണ്, ഹൈ BP ഉള്ള ആളുകൾ, ഹാർട്ട് റേറ്റ് വേരിയേഷൻ ഉള്ളവർ, ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ, അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്നവർ, അതിനെന്തെങ്കിലും മെഡിസിൻസോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ എടുക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് മിനിമം ചെയ്തിരിക്കേണ്ട ഒരു ടെസ്റ്റാണ് TMT ടെസ്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് കൂടാതെ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ടെസ്റ്റാണ് TMT ടെസ്റ്റ്. അപ്പൊ ഈ ഒരു ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് പറ്റും, പ്രത്യേകിച്ച് നിങ്ങൾ തന്നെത്താനെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഏതൊരു ലെവൽ വരെ നിങ്ങൾക്ക് പുഷ് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങളുടെ ഒരു ലിമിറ്റ് എവിടം വരെയാണ്, എത്രത്തോളം എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ട്രെയിനറുടെ കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ, ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ട്രെയിനറിനെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക ജിമ്മ് നടത്തുന്നത് അല്ലെങ്കിൽ ജിം ഓണേഴ്സ് എന്ന് പറയുന്നവർ പലരും സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് ആയിരിക്കത്തില്ല. അവർ മറ്റ് പല മേഖലയിലും പല ബിസിനസ്സും ചെയ്യുന്ന ആളുകളായിരിക്കും പല ജിമ്മ് ഓൺ ചെയ്തിരിക്കുന്നവർ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജിമ്മിലുള്ള ഓരോ സ്റ്റാഫും ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞവരാണോ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അത് ചെയ്യുക. ജിമ്മാണ്, പല ആൾക്കാരും പല രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനെങ്കിലും നമ്മൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് ഒരു പരിധി വരെ നമുക്ക് പല വലിയ അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, മുൻകാലങ്ങളിൽ ജിമ്മിൽ പല അപകടങ്ങളും സംഭവിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലും ഒക്കെ തന്നെ ജിമ്മിൽ പോയതുകൊണ്ടാണ്, ജിമ്മിൽ അങ്ങനെ ആയതുകൊണ്ടാണ്, അത് ശ്രദ്ധിക്കാണ്ടാണ് അങ്ങനെ പല വാർത്തകളും വരുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനേഴ്സും ജിമ്മ് നടത്തുന്നവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊക്കെ വലിയ ഡയറ്റ് നോക്കിയാലും, ഏതൊക്കെ തരത്തിലുള്ള വർക്കൗട്ട് ചെയ്താലും, എന്തൊക്കെ കസർത്ത് നമ്മൾ കാണിക്കാൻ പോയാലും, സേഫ്റ്റി ഇല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഫലം വിപരീതമായിരിക്കും. അപ്പോൾ സേഫ്റ്റി ഫസ്റ്റ്. പുതിയതായി ജിമ്മിൽ പോകുന്ന നിങ്ങളുടെ ഓരോ സുഹൃത്തുക്കളിലേക്കും, അതുപോലെ തന്നെ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഓരോ ട്രെയിനേഴ്സിലേക്കും ജിം ഓണേഴ്സിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും ബിജോ ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈലിന്റെ ഹാപ്പി ന്യൂ ഇയർ.